എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ സൈനസൈറ്റിസ് കൊണ്ട് ഹെഡേക്ക് വരാം, അല്ലാതല്ലെങ്കിൽ ടെൻഷൻ, ക്ലസ്റ്റർ ഹെഡേക്ക്, പലതരം തലവേദന ഉണ്ടല്ലോ. മൈഗ്രെയിന്റെ ഹെഡേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഒരു സൈഡിൽ നിന്നായിരിക്കും ഉണ്ടാവുക തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് സൈഡ് ഷിഫ്റ്റ് ആവാം, രണ്ട് സൈഡും വരാം. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ മിടിക്കുന്ന പോലെ തോന്നും. അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ മിടിക്കുന്ന പോലെ ഇവിടെ മിടിക്കുന്നുണ്ടാവാം. അതോടൊപ്പം തന്നെ നമുക്ക് ഓക്കാനം വരാം, ഛർദ്ദിക്കാൻ തോന്നാം, ഛർദ്ദിച്ചാൽ നന്നായിരുന്നു, തലവേദന മാറുന്നൊക്കെ തോന്നും. ഇനി അത് മാത്രമല്ല, ലൈറ്റ് ഒട്ടും കാണാൻ പറ്റില്ല, സൗണ്ട് കേൾക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല, ആരും സംസാരിക്കുന്നൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഒരു റൂമിൽ പോയിട്ട് ഒറ്റയ്ക്ക് കിടക്കുന്നത് മാത്രമേ ഇഷ്ടം ഉണ്ടാവും. ഭയങ്കര ദേഷ്യമായിരിക്കും. ആൾക്കാർ വന്ന് സംസാരിച്ചൊക്കെ ചെയ്താലേ എന്തെങ്കിലും പറയണം തോന്നും, ചിലർ പറയുകയും ചെയ്യും. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ പലപ്പോഴും മൈഗ്രെയിൻ ആവാനാണ് സാധ്യത. മൈഗ്രെയിൻ ആണെങ്കിലും നിങ്ങൾ അത് പെയിൻ കില്ലർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത്. കാരണം മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു തലവേദന അതിന്റെ കൂടെ വരും. അതാണ് പ്രശ്നം. അപ്പൊ അതിന് കൃത്യമായ ചികിത്സയിലൂടെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്.